ശരിക്കും പവനായി ശവമായി എന്നുള്ള ഒരു ഡയലോഗിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ് നമ്മുടെ ചാലക്കുടി കേസ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ചാലക്കുടി കേസ്. ഏതായാലും അതിൻ്റെ കേസ് വഴികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. കാരണം അത്രത്തോളം വെൽ പ്ലാൻഡും അതേപോലെ അറേഞ്ച്ഡും ആയിട്ടായിരുന്നു ആൾ ചെയ്തിരുന്നത്. പോലീസ് പറയുന്നത് ഏതായാലും നമുക്കൊന്ന് നോക്കാം. പ്രതിയുടെ പേര് റിജോ ആന്റണി, റിൻഡോ എന്ന് കൂടി പേരുണ്ട്. റിൻഡോ എന്ന് വിളിക്കുന്ന റിജോ ആന്റണി ദീർഘകാലം അയാൾ ഗൾഫിലായിരുന്നു. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾക്കറിയാം CCTV ഉണ്ടെന്ന്. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. ഇതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വെക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്, CCTV ഉണ്ടായതുകൊണ്ട്. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വെക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്, പുതിയ മോഡൽ, അതൊരെണ്ണം ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററുണ്ട്. റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ്, മൂന്നാമത്തെ ഡ്രസ്സ്. രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഫിംഗർ പ്രിന്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. അയാൾക്കറിയാം അയാൾ പറയുന്ന കണ്ണിൻ്റെ റെറ്റിന ഐഡന്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത്. ഡ്രസ്സ് ഐഡന്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തത് വരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ പറ്റും. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്. അയാൾ ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നത്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കുകളിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. ഇത് കോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്.